This is 24. സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ 300-ലധികം ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. 3,74,000 രൂപ പിഴ ഈടാക്കി. 3 തവണ ആവശ്യപ്പെട്ടിട്ടും കല്ലട ട്രാവൽസ് ഉടമ സുരേഷ് കല്ലട പോലീസിന് മുന്നിൽ ഹാജരായില്ല. അസുഖബാധിതനായതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ലെന്നാണ് സുരേഷ് കല്ലട പോലീസിനെ അറിയിച്ചത്. സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ ഓപ്പറേഷൻ നൈറ്റ് റൈഡറിൽ കുടുങ്ങിയത് അന്തർ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 300 ബസ്സുകളാണ്. പാലക്കാട് മാത്രം 119 ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തി പിഴ അടപ്പിച്ചു. കാസർഗോഡ് 6 ബസ്സുകൾക്കെതിരെയും പിഴ ചുമത്തി. എറണാകുളത്ത് 53 ബസ്സുകൾ പരിശോധിച്ചതിൽ 11 ബസ്സുകളിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തി. മറ്റ് 42 ബസ്സുകൾ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പിഴ ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെ 5 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. 42ഓളം വാഹനങ്ങൾ പരിശോധിച്ചു. അതിൽ 10 വാഹനങ്ങൾക്ക് കേസെടുക്കുകയും ചെയ്തു. ഈ വാഹനങ്ങളെല്ലാം തന്നെ പാലക്കാട്, തൃശ്ശൂരും പരിശോധന കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ മെയിനായിട്ട് എറണാകുളത്ത് ട്രിപ്പ് തീരുന്ന വാഹനങ്ങളാണ് പരിശോധിച്ചത്. ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്, യാത്ര അവസാനിക്കുന്നിടത്തുള്ള വാഹനങ്ങളും തുടങ്ങുന്നിടത്തും പരിശോധിക്കണമെന്ന് ഉള്ള ഡയറക്ഷൻസ് ഉണ്ട്. അതനുസരിച്ചാണ് പരിശോധന നടത്തുന്നത്. ബസ്സുകളിൽ അനധികൃതമായി പാർസൽ കടത്തുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. 3,70,000 രൂപയാണ് പിഴയായി ലഭിച്ചത്. 42 ട്രാവൽ ഏജൻസികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് 3 തവണ നോട്ടീസ് നൽകിയിട്ടും ഉടമ സുരേഷ് കല്ലട ഹാജരായില്ല. താനിപ്പോൾ അസുഖബാധിതനാണെന്ന മറുപടിയാണ് ഇയാൾ പോലീസിന് നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഷാഹിൻ ആന്റണി, 24 കൊച്ചി.